ഹലോ അമ്മാരി. അപ്പം ഇന്നത്തെ വീഡിയോ ചെറിയൊരു സെലിബ്രേഷൻ വീഡിയോ കേട്ടോ. എൻ്റെ ജിമ്മിൽ നിന്ന് ഓണം സെലിബ്രേഷനാണ്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് ഈ കാണുന്നതൊക്കെ. എല്ലാ ഓണത്തിനും സാരിയാണ് സാധാരണ ഉടുക്കൽ, പക്ഷേ ഇപ്രാവശ്യം ഞാൻ ധാവണിയാട്ടോ ചൂസ് ചെയ്തത്. അതിൻ്റെ സ്കേർട്ടും ബ്ലൗസും ഒക്കെ ഇട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ബാക്കിയും കൂടി സെറ്റ് ചെയ്യണം. അങ്ങനെ ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ആട്ടോ ഇത്. ഇനി ഇതിലേക്ക് ഓർണമെൻറ്റ്സും മുല്ലപ്പൂവും ഒക്കെ വെക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് താഴത്ത് ഉമ്മച്ച് കാത്തിക്കുന്നുണ്ട് കേട്ടോ. എന്നെ കയ്യിലൊക്കെ ഇട്ടിട്ട് അല്ല ഭംഗിയില്ലേ, നല്ല വൃത്തിയുണ്ട് കേട്ടോ ഇത്. ഉമ്മച്ചി ഞാനും കൂടിയാണ് പരിപാടിക്ക് പോണത്. ഉമ്മച്ചി കേരള സാരി, ഞാൻ ധാവണി. ഫോട്ടോ എടുക്കാം. ഇക്കാക്ക ജിമ്മിലേക്ക് ആക്കി തരുമെന്നാണ് ഫസ്റ്റ് പറഞ്ഞത്. പക്ഷെ രാവിലെ എണീച്ചപ്പോൾ മൂപ്പരാൾ ഇവിടെ കാണാനില്ല. പിന്നെ ടൈം ആയപ്പോൾ ഉമ്മച്ചി ഞാനും അങ്ങോട്ട് ഇറങ്ങി. വണ്ടിമേൽ പോകുന്നതുകൊണ്ട് തന്നെ ഉമ്മക്ക് നല്ല പേടിയുണ്ട്. അതിലും പേടിയുണ്ട് കേട്ടോ എനിക്ക്. ഇങ്ങനത്തെ ഒക്കെ ഔട്ട്ഫിറ്റ് ഇട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത്. അങ്ങനെ വണ്ടിമേൽ മെല്ലെ ജിമ്മിൻ്റെ അവിടെ വന്ന് ഇറങ്ങി കേട്ടോ. കുഴപ്പമൊന്നുമില്ലാണ്ട് അവിടെ എത്തിയിട്ടോ. എല്ലാവരും വന്നിട്ടുണ്ട് അവിടെ. നമ്മൾ വരാൻ ഇത്തിരി ലൈറ്റ് ആയതിനെ കൊണ്ട് എല്ലാവരും എത്തിയെന്ന് കേട്ടോ. ജിൻഷേച്ചും ടീനും ടിൻഡു അമ്മു എല്ലാവരും ഉണ്ട്. ഇവരെക്കാരുണ്ടോ എൻ്റെ അവിടുത്തെ കമ്പനി. ഇന്ന് എല്ലാവരും കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കൂടുതൽ പേരും സാരിയാണ്, അതായത് കേരള സാരി എടുത്തത്. ഇത് ഫിനു, എൻ്റെ ഫ്രണ്ടാണ്. ഒരു ഇൻസ്പിറേഷൻ കൂടി കേട്ടോ എനിക്ക് അവൾ. ഇവിടുന്ന് നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്ത ആളാണ്. ഫസ്റ്റിൽ തന്നെ ഒരു ചെറിയൊരു സ്പീച്ചും അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു റാമ്പാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്കഷനാണ് ഈ കാണുന്നത്. ഇതാണ് എൻ്റെ ട്രെയിനി, അതായത് സ്വപ്നേച്ചി. ഭയങ്കര സുന്ദരിയാണ്, അതിനനുസരിച്ച് നല്ല സ്ട്രോങ്ങും ആണ്. ഭയങ്കര സ്ട്രെങ്ത്താണ് കേട്ടോ ആൾക്ക്. പരിപാടിൻ്റെ ഇടയ്ക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനും എൻ്റെ ഫ്രണ്ട്സും ഒരു ഡാൻസ് ഉണ്ട്, പിന്നെ കപ്പിൾ ഡാൻസ് ഉണ്ട്, ചെറിയ മക്കളുടെ ഡാൻസ് ഉണ്ട്, ലെമൺ സ്പൂൺ ഉണ്ട്, കമ്പവലി ഉണ്ട്, കസേരക്കളി, അങ്ങനെ കുറേ കളികളുണ്ട്. ഫസ്റ്റിൽ തന്നെ ഒരു സ്പീച്ചാണ് കേട്ടോ. ഷഹലാണ് സ്പീച്ച് പറയുന്നത്. ഇയാള് പ്രാർത്ഥിക്കാം. സ്പീച്ച് കഴിഞ്ഞ പാടെ റാം വാക്ക് തുടങ്ങിയിട്ടോ. ഈവനിങ് ബാച്ച് വേറെ, മോർണിംഗ് ബാച്ച് വേറെ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഈ റാമ്പ് വാക്കിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇതിൽ നടക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ട്രഡീഷണൽ ആയ ഒരാൾ സെലക്ട് ചെയ്യും കേട്ടോ. അങ്ങനെ മലയാളി മങ്കായിട്ട് സെലക്ട് ചെയ്ത് ടിൻഡേച്ചിനാട്ടോ. എന്താ ഫോണില്ല, അതാണ് പ്രശ്നം. ഞാൻ പെട്ടെന്ന് മറന്നുകൊണ്ട്. അങ്ങനെ കുട്ടികളെ ഡാൻസ് കഴിയുമ്പോൾ വലിയ ആൾക്കാരെ ഡാൻസ് തുടങ്ങി കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് നമ്മളെ കോസ്റ്റ്യൂം ഒരു ജീനും ഒരു ഷർട്ടും ആണ് വരുന്നത്. കുട്ടിയുടെ ഡാൻസ് കഴിഞ്ഞിട്ട് സ്വപ്നേച്ചിൻ്റെ ഡാൻസ് ആട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ ഡാൻസ്.
ഓണക്കളികൾ ഓരോന്നായിട്ട് തുടങ്ങിയിട്ടോ. കസാരക്കളി, അത് കഴിഞ്ഞിട്ട് ലെമൺ സ്പൂൺ, പിന്നെ കുട്ടികൾക്ക് പറ്റിയ ബിസ്ക്കറ്റ് കഴിക്കൽ, അല്ലെങ്കിൽ വലിയ ആൾക്കാർക്ക് പറ്റിയ ബിസ്ക്കറ്റ് കഴിക്കൽ, എല്ലാം നല്ല രസം, നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കസേരക്കളിയിൽ ഫസ്റ്റ് തന്നെ ഞാൻ ഔട്ടായിട്ടോ. പിന്നെ കളി കണ്ടു നിൽക്കാനേ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ സ്റ്റാർട്ട് ചെയ്തത് ബലൂൺ പൊട്ടിക്കില്ല. അതിൽ പിന്നെ ഞാൻ നിന്നിട്ടില്ല, കാരണം ധാവണ ഇങ്ങനെ കഴിഞ്ഞു പോകാലോ എന്നൊരു പേടി. അങ്ങനെ ബലൂണൊക്കെ പൊട്ടിച്ച് അവസാനം ലാസ്റ്റ് 2 പേരായിട്ടോ. ഇവർ രണ്ടാളേലും ഫസ്റ്റ് കൊണ്ടുപോയത് നമ്മളെ റാണിയാണ് കേട്ടോ, അതായത് ആ ചുരിദാറിട്ട ആള്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ കമ്പവലി സ്റ്റാർട്ട് ചെയ്ത്. ഈവനിങ് ബാച്ച് വേറെ, മോർണിംഗ് ബാച്ച് വേറെ. കമ്പവലിയിൽ അമ്മൾ എന്നെ കൊണ്ടുപോയിട്ടോ, അതായത് ഈവനിങ് ബാച്ച്. മുഖത്ത് നെറ്റിയുടെ ആദ്യം വെക്കുക, വായിലിടുക, 2 എണ്ണം ഇടണം. ടൈം ഉണ്ട്, ലാഗ് ചെയ്താൽ നടക്കൂല. ഓക്കേ, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ വെയിറ്റ് ലോസ് ഉണ്ടായ ഒരാള് കഴിഞ്ഞ പ്രാവശ്യം പിതായിരുന്നു. ഒരാളെ വീട്ടിലാണ് പിടോ. അടുത്തതായിട്ട് കൊടുത്തത് കമ്പവലിക്കുള്ള പ്രൈസാണ്. അങ്ങനെ എല്ലാവരും കൂടി ഓടി വന്ന്. അങ്ങനെ സമ്മാനദാനമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിന് പരിപാടിയിലേക്ക് കേട്ടോ. താഴെ ഫുഡ് എത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഏച്ചിക്ക് വിളി വന്ന് നമ്മളെല്ലാവരും കൂടി അത് പോയി എടുത്ത് കൊണ്ടുവന്നു. 3 റോ ആയിട്ടിടല്ലേ? 3 റോ നടച്ചി. ഫസ്റ്റത്തെ ട്രിപ്പിൽ ഉമ്മച്ചിനെ ഇരുത്തിയിട്ടോ. അതാകുമ്പോൾ എനിക്ക് വേണ്ടി സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുക്കാമല്ലോ. പിന്നെയാണ് ഞാനും കുറച്ച് ഫ്രണ്ട്സുകളും ഇരുന്നത്. ആയിഷ നമ്മളെ ഫിനുവിൻ്റെ മോളാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനെ. ആദ്യത്തെ ട്രിപ്പ് കഴിച്ചാലൊക്കെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് വിളമ്പുന്നുണ്ടാവും. അങ്ങനെ വിളമ്പി കഴിഞ്ഞ് നമ്മളെല്ലാവരും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം കാലിരിക്കുന്നു, കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.